केरल, कासरगोड श्रीमती M.L. अश्विनी, कन्नूर श्री C. रघुनाथ, वडकरा श्री प्रफुल्ल कृष्ण, कोझिकोडे श्री M.T. रमेश, मल्लापुरम डॉक्टर अब्दुल सलाम, पोन्नानी श्रीमती निवेदिता सुब्रमण्यम, पलक्कड़ श्री C. कृष्ण कुमार, त्रिशूर श्री सुरेश गोपी, अल्पुजा श्रीमती शोभा सुरेंद्रन, पत्तन मतिट्टा श्री अनिल एंटनी, अटिंगल श्री V. मुरलीधरन जी, तिरुवनंतपुरम श्री राजीव चंद्रशेखर. 12 seats out of 20. Out of പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് M.T. രമേശ്, തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ, പാലക്കാട് C. കൃഷ്ണകുമാർ, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി, शिवमंगल सिंह तोमर, भिंड अनुसूचित जाति आरक्षित श्रीमती संध्या राय, ग्वालियर भारत सिंह. കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ V. മുരളീധരൻ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ എത്തുന്നു. പത്തനംതിട്ടയിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അനിൽ ആന്റണിയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, കോഴിക്കോട് M.T. രമേശ്, പാലക്കാട് C. കൃഷ്ണകുമാർ എന്നിങ്ങനെയാണ്. കണ്ണൂരിൽ C. രഘുനാഥ്, കാസർഗോഡ് M.L. അശ്വിനി, വടകരയിൽ പ്രഫുൽ കൃഷ്ണ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. അങ്ങനെ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പേര് ഏറ്റവും സർപ്രൈസ് ആയ ഒരു സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി എത്തുന്നു. അനിൽ ആന്റണി നേരത്തെ തന്നെ ദേശീയ നേതൃത്വത്തെ താല്പര്യം അറിയിച്ചിരുന്നു. PC ജോർജും K. സുരേന്ദ്രന്റെ പേരാണ് കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ അനിൽ ആന്റണിയിൽ എത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ BJP, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മുതിർന്ന നേതാവ് മത്സരത്തിനിറങ്ങും. ആറ്റിങ്ങലിൽ V. മുരളീധരൻ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, തൃശൂരിൽ സുരേഷ് ഗോപി, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, കോഴിക്കോട് M.T. രമേശ്, പാലക്കാട് C. കൃഷ്ണകുമാർ, വടകരയിൽ പ്രഫുൽ കൃഷ്ണ, കാസർഗോഡ് M.L. അശ്വിനി എന്നിവരാണ് BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. ഏതായാലും മത്സരം കടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. BJPയുടെ 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകാംക്ഷയോടെ കാത്തിരുന്ന പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് മത്സരിക്കുന്നു. കേരളത്തിലെ 12 മണ്ഡലങ്ങളിലെ പട്ടികയും BJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്.